നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് പാലക്കാട് കഞ്ചിക്കോട് കള്ളിയത്ത് TMT ബാർസിലാണ്. ഇവിടെ വരാനായിട്ടൊരു കാരണമുണ്ട്. നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് വീട് വയ്ക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ വീട് വയ്ക്കുമ്പോഴേക്കും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് TMT ബാറുകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അതായത് അതിൻ്റെ ക്വാളിറ്റി ഏതൊക്കെ രീതിയിൽ തിരഞ്ഞെടുത്താലാണ് നമുക്കത് കൃത്യമായിട്ട് നമ്മുടെ വീടിന് പ്രയോജനപ്രദമാവുക. വീടെന്ന് പറഞ്ഞാൽ വീടിൻ്റെ യഥാർത്ഥത്തിലുള്ള നട്ടല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ TMT ബാർസാണ്. ഇങ്ങനെയുള്ള TMT ബാറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പ്രധാനമായിട്ടും നിങ്ങളെല്ലാവരും എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ദയവായി എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ടുള്ള സജഷൻ കമൻറ്റുകളും ഇടുക. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അഫ്സലാണ്. നമസ്കാരം. നമസ്കാരം. അതായത് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറയായിരുന്നു, ഒരു TMT ബാർസ് എന്ന് പറയുമ്പോഴേക്കും സാധാരണ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന TMT ബാർ ഒരു സാധാരണക്കാരൻ അവൻ്റെ വീട്ടിൽ ചെയ്തിരിക്കുന്ന എന്ത് പ്രൊഡക്റ്റാണ് എന്നതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം കാണത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് പ്രൊഡക്റ്റ് ഇട്ട് ചെയ്യുന്നു, എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നവരാണ്. പക്ഷേ എന്ത് പ്രൊഡക്റ്റ് ആണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വേണ്ടിയാണ് ആക്ച്വലി ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു സാർ ഈ പറഞ്ഞ പോലത്തെ ഒരു ചോദ്യം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ശരിക്കും സാധാരണ കോമൺലി നല്ലൊരു പണം അവർ ഇൻവെസ്റ്റ് ചെയ്യാറ് അതിൻ്റെ ഇന്റീരിയറിലോ അതിൻ്റെ പെയിന്റ് സ്ട്രക്ചറിലാണ്. ശരിക്കും നല്ലൊരു കെട്ടുറപ്പില്ലാത്തൊരു വീട് എന്ന് പറയുന്നതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും വേസ്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ TMT ബാറിന് അതിൻ്റെ ഏറ്റവും കൂടുതലുള്ള ഒരു ഇമ്പോർട്ടൻസ് തീർച്ചയായും നമ്മളെല്ലാവരും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയിക്കും, എന്താണ് TMT ബാർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് പ്രൊഡക്റ്റ്? ബേസിക്കലി TMT ബാർ എന്ന് പറഞ്ഞാൽ അത് തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അതിന്റെ ഫുൾ വേർഷൻ അതാണ്. അതിന്റെ ഫുൾ വേർഷൻ അതാണ്. അത് ശരിക്കും പറയുന്നത് അതിന്റെ ഉയർന്ന താപനിലയിൽ അതിന്റെ ബില്ലറ്റാണ് നമ്മൾ റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ആ ബില്ലറ്റിനെ ഉയർന്ന താപനിലയിൽ പല പാസിലൂടെ റോൾ ചെയ്ത് അതിനെ ഡിസൈഡ് ആയിട്ടുള്ള ഷേപ്പ് വരുത്തി അതിനെ ഹൈ പ്രഷറിൽ കൊഞ്ച് ചെയ്തിട്ടാണ് ഇതിനെ TMT ബാർ ആക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ബെൻഡബിലിറ്റി തീർച്ചയായും അത് വേണം. ഏതൊരു എർത്ത് ക്യൂക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അതിൻ്റെ ബെൻഡബിലിറ്റി വേണം. പിന്നെ അതിന് ഒരു റിക്വയർഡ് ആയിട്ടുള്ള സ്ട്രെങ്ത്തും വേണം. ഒരു നോർമലി അത് ബെൻഡ് ആവാൻ പാടില്ല. അതിന് ഒരു മിനിമം അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും അതൊരു ലോഡിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എർത്ത് ക്യൂക്ക് എന്തെങ്കിലും അങ്ങനെ വരുന്ന സമയത്ത് അതിനൊരു ബെൻഡബിലിറ്റിയും വേണം. അതാണ് ആക്ച്വലി തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ അത് ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ ഒരു പക്ക റിജിഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കരുത്, അതേസമയം ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫീൽ അതിന് വേണം. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ശരിക്ക് ആ TMT ബാറിന്റെ സ്ട്രക്ചറിന്റെ അത് കോറ് വളരെ സോഫ്റ്റ് ആയിരിക്കും, ഔട്ടർ വളരെ ഹാർഡായിരിക്കും. ഇതാണ് അതിന്റെ ഒരു പ്രധാന ഒരു ഉദ്ദേശം തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റിന്റെ. വർഷങ്ങളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ്. ഇതിന് നമ്മൾ ഇതിനൊരു സൈസ് ഉണ്ടാവുമല്ലോ, അതായത് അതിന്റെ റേഡിയസ് സൈസ്, അതിപ്പോൾ ഏതൊക്കെ സൈസിൽ നമുക്ക് അവൈലബിൾ ആണ് TMT ബാർസ്? TMT ബാർസിൽ 6 mm മുതൽ 32 വരെ അവൈലബിൾ ആണ്. ശരിക്കും അവൈലബിൾ ആണ്. 6 mm വളരെ കുറവിന്റെ ഏരിയ ആണ് ശരിക്കും അതിന് സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 6 mm ഡയമീറ്റർ ഉള്ള അതാണ് 6, 8, 10, അതുപോലെ 12, 16, 25, 32. ഇതാണ് TMT ബാറിന്റെ സൈസസ് വരുന്നത്. അതിൽ കേരള മാർക്കറ്റിൽ കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത് 8 mm ആണ്. അതായത് ഒരു വീട് വെക്കാനായിട്ട് ഐഡിയൽ ആയിട്ടുള്ള ഒരു സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 mm ആണ്. തീർച്ചയായും കേരളത്തിലെ മാർക്കറ്റിൽ കൂടുതലായിട്ട് 8 mm ആണ്. അത് നമ്മൾ ഓരോ റീജിയൺ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ ഡിസൈഡ് ഷേപ്പ് തീരുമാനിക്കുന്നത്. ഒരു എർത്ത് ക്യൂക്ക് അല്ലെങ്കിൽ സോൺ 3 നിൽക്കണം നമ്മളെ പോലത്തെ കേരള റീജിയനൊക്കെ 8 mm, 10 ആ റേഞ്ചിലേക്കാണ് കൂടുതൽ പോകാറ്. അത് സ്വാഭാവികമായിട്ടും ഒരു ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷനിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് അവരുടെ ലോഡ്, എന്താണ് അവരുടെ യൂട്ടിലിറ്റി, അതുപോലെ അതിന്റെ ഡയമീറ്റർ കൂടുതൽ സ്വാഭാവികമായിട്ടും അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്ക് പറഞ്ഞ ഒരു ഫ്ലാറ്റിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് വ്യത്യാസപ്പെടുമായിരിക്കും അല്ലേ? തീർച്ചയായും തീർച്ചയായും.
ആ ഒരു നമ്മുടെ കേരള മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും മതി. പക്ഷെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റിനനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ അടുത്ത് പല ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു സാധാരണക്കാരൻ ഇപ്പം അവൻ്റെ ലൈഫിലെ മുഴുവൻ സമ്പാദ്യം ഇട്ടിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് വീട് എന്ന് പറയുന്നത്. ആ വീടിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ബാക്ക് ബോണാണ് നമ്മുടെ യഥാർത്ഥത്തിൽ TMT ബാർസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു TMT ബാർ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായും ഒരു TMT ബാർ സെലക്ഷൻ തന്നെയാണ് ഒരു വീടിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അത് ഏത് ഗ്രേഡാണെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഗ്രേഡിന് BIS ഉണ്ടോ, മെയിൻലി BIS ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ BIS ഉണ്ടെങ്കിൽ തന്നെ അതിന് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ആ കമ്പനി, ഏത് കമ്പനിയാണോ ആ കമ്പനി ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് സപ്ലൈ ചെയ്യുന്നത്. ഈ ടെസ്റ്റ് സർട്ടിഫിക്കറ്റിൽ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, അത് എത്ര, അതിൻ്റെ ഗ്രേഡ് എന്താണ്, അതിൻ്റെ ലോഡ് എത്ര പെയർ ചെയ്യും, ഈ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് സർട്ടിഫിക്കറ്റിൽ തന്നെ തീർച്ചയായും ഉണ്ടാവും. അത് തന്നെ ഒരു ബ്രാൻഡ് ഫുൾ ആയിട്ടുള്ള ഒരു TMT ബാറിലേക്ക് പോവുകയാണ് തീർച്ചയായും. മാർക്കിലാണെങ്കിൽ തന്നെ ഈ 415 ഗ്രേഡ് തന്നെ പല രീതിയിലുണ്ട്. FE 415, 500, 500 above പല ഗ്രേഡുകളുണ്ട്. അത് തന്നെ FE 500 എന്ന് പറഞ്ഞ ഗ്രേഡിലേക്ക് തീർച്ചയായും നമ്മുടെ ബാറും FE 500 തന്നെ ആയിരിക്കണം. അപ്പൊ ഇതിന് ഓരോന്നിനും നമുക്ക് ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ടോ? ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള ടെസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായും ഒരു സപ്ലയർ ചെയ്യുന്ന സമയത്ത് FE 500 ആണെങ്കിൽ തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കൂടെ തന്നിട്ടുണ്ടാവും. നമുക്ക് അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ശരിക്കും അതിൻ്റെ ഒരു BIS സ്റ്റാൻഡേർഡ് പ്രകാരം അതിനൊരു സെപ്പറേറ്റ് ടാഗ് ഉണ്ടാവും. ഓരോ ബണ്ടിനും ഒരു ടാഗ് ഉണ്ടാവും. അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് അതിൽ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ FE 500 ആൻഡ് FE 500D ഇത് ഡിപ്പെൻഡാണ്. അതിൻ്റെ ഡക്റ്റൈലിറ്റി, അതിൻ്റെ ഇലോങ്ങേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ D എന്നുള്ള ഒരു ഫോമിലേക്ക് വന്നിട്ടുള്ളത്. ഒരു കേരള മാർക്കറ്റിൽ മോസ്റ്റ്ലി FE 500 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. FE 500Dയിലേക്കും പോവാറുണ്ട്. അത് അതിൻ്റെ ഡക്റ്റൈലിറ്റും അതിൻ്റെ ഇലോങ്ങേഷനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് തീരുമാനിക്കുന്നത്. ഒരു ഹയർ കൺസ്ട്രക്ഷൻ ലെവലിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കുന്ന ആളുകൾ പോലും ശരിക്കും അത് നിയറസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പോയി ടെസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മൾ അഭിപ്രായപ്പെടാറ്. കാരണം അത് ഒരു വീടിൻ്റെ പോറാണല്ലോ സ്വാഭാവികമായിട്ടും. അതിലേക്ക് അതിൻ്റെ റിക്വയർഡ് സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അത് FE 500 ആണോ, FE 500Dയിലാണോ, എന്താണോ ബാറിൻ്റെ മുകളിലുള്ള അത് തന്നെയാണോ നമ്മൾക്ക് കിട്ടണം എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം എന്നാണ്. തീർച്ചയായും അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതില് ഇപ്പൊ ISI എന്ന് പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിന് പ്രകാരമുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് ISI. നമ്മുടെ നാട്ടിൽ ഒരുപാട് TMT ബാർസുകളുണ്ട്. ISI മുദ്ര ഇല്ലാത്ത പ്രൊഡക്റ്റ് എടുക്കുന്നത് ആണ് കൂടുതലും റിസ്ക് ആയിട്ടുള്ള സംഗതി എന്നാണ് ഇതിനകത്തോടെ നമുക്ക് ഉദ്ദേശിക്കുന്നത്. ISI മുദ്ര തീർച്ചയായും എല്ലാ ബാറിന്റെ മുകളിലും ISI മുദ്ര ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 2 വർഷ കാലയളവിൽ BISന്റെ നോംസ് പ്രകാരം ഏത് കമ്പനിയിൽ നിന്നാണ് അത് പ്രൊഡക്ഷൻ ചെയ്യണമെന്നുള്ള അതിൻ്റെ CML നമ്പറും ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനി എന്നാകുമ്പോൾ സ്വാഭാവികമായിട്ടും ISI മാർക്ക് ഉണ്ടാവും. അതിൻ്റെ CML നമ്പർ, ഏത് ഫാക്ടറിയിൽ നിന്നാണ് അത് പ്രൊഡക്ഷൻ ചെയ്യുന്നുള്ള CML നമ്പർ ഉണ്ടാവും. ISI മുദ്രയും BISും ഉള്ള കമ്പനികളിൽ തന്നെ 500 ഗ്രേഡ് എന്ന് പറഞ്ഞ് സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയൽ ചിലപ്പം 500 ഗ്രേഡ് ഉണ്ടാവണമെന്നില്ല. അത് ചിലപ്പം 480 FE 480 അല്ലെങ്കിൽ FE 415 ആ ഒരു റേഞ്ചിലേക്ക് ഉണ്ടാവുള്ളൂ. സാധാരണ ഒരു കോൺട്രാക്ടർ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ആ കോൺട്രാക്ടറിന്റെ സ്റ്റാഫ് ഉദ്ദേശിക്കുക ഈസിലി ബെൻഡബിൾ ആവണം. അതാണ് അവരെ കൺസ്ട്രക്ഷൻ സൈഡിലേക്ക് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു വീടുണ്ടാക്കുന്ന ഒരാൾ ശരിക്കും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതിനൊരു റിജിഡിറ്റി ഉണ്ടാവണം. അത് ഈസിലി ബെൻഡബിൾ ആവരുത് എന്നാണ് അതിൻ്റെ ഒരു FE 500 ഗ്രേഡ് ഉള്ള ഒരു ബാറ് അത്ര ഈസിലി ബെൻഡബിൾ ആവരുത്. നമുക്കൊരു മിനിമം ലോഡ് കൊടുത്താൽ മാത്രമേ അത് ബെൻഡബിൾ ആകാൻ പാടുള്ളൂ. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഒരു ബ്രാൻഡായിട്ടുള്ളൊരു BIS സ്റ്റാൻഡേർഡുള്ള ഒരു ബ്രാൻഡ് നമുക്കിതെല്ലാം നോണായിട്ട് നമ്മുടെ ഈ ടാഗിൽ തന്നെ അത് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. കോൺട്രാക്ടർ പറഞ്ഞതിനുപരി അതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന അത് അല്ലെങ്കിൽ ഒരു വീട്ടുടമസ്ഥൻ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും നമ്മളിപ്പോൾ ഒരു TMT ബാർസ് പ്രൊഡക്ഷൻ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് നമുക്ക് വേണ്ടി ഒന്ന് പറയാം. തീർച്ചയായും നമ്മൾ അതിന് ഉയർന്ന താപം നല്ലൊരു ബില്ലറ്റാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ബില്ലറ്റ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ തീർച്ചയായും റോ മെറ്റീരിയലാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം.
ശുദ്ധമായ ബില്ലറ്റിൽ നിന്ന് അതിനെ ഉയർന്ന താപനിലയിലേക്ക് മാറ്റും. ഒരു ഫർണസ് ഉപയോഗിച്ച്, റീഹീറ്റിംഗ് ഫർണസ് ഉപയോഗിച്ച് അതിനെ ഉയർന്ന താപനിലയിലേക്ക് മാറ്റും. എന്നിട്ട് നമ്പർ ഓഫ് പാസ്, അതായത് നമ്പർ ഓഫ് റോളേഴ്സിലൂടെ കടത്തിവിട്ട്, ഹൈ സ്പീഡിൽ കടത്തിവിട്ട് നമ്മളതിനെ ഡിസൈഡ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് മാറ്റും. ഈ ഹൈ സ്പീഡ് കടത്തിവിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഉയർന്ന താപനില മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം അതിനെ ഡീഫോം ചെയ്യാൻ, അതായത് നമ്മളെ ഷേപ്പിലേക്ക് മാറ്റാൻ. അതല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടിലായി പോകാൻ ചാൻസ് ഉണ്ട്. അതായത് പെട്ടെന്ന് പൊട്ടിപ്പോകും. എപ്പോഴും ഒരു TMT തിരഞ്ഞെടുക്കുന്ന ഒരാൾ ഹൈ സ്പീഡ് മില്ലിൽ നിന്നാണോ TMT ബാർ പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് ഫസ്റ്റ് ഒരു പോയിന്റാണ്. അപ്പോഴാണ് അതിൻ്റെ യൂണിഫോം ആയിട്ടുള്ള ഈ FE500 എന്ന് പറഞ്ഞത് അതിൻ്റെ ഗ്രേഡാണ്. അത് അതിൻ്റെ യൂണിഫോം ആയിട്ടുള്ള ഒരു ഗ്രേഡ് എല്ലായിടത്തും നമുക്കത് കിട്ടുള്ളൂ. ഉയർന്ന താപനില നിലയിൽ ഹീറ്റ് ചെയ്ത ബില്ലറ്റ് നമ്പർ ഓഫ് പ്രോസസ് ഉണ്ട്. തീർച്ചയായും ഒരു ഡയാമീറ്റർ കുറയുന്നതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് പ്രോസസ് ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് പ്രോസസ്സിലൂടെ പോയി ഡിസൈഡ് ഷേപ്പിലേക്ക് നമുക്ക് ഏതാണോ വേണ്ടത് 6 mm 8 mm എന്ന കാറ്റഗറിയിൽ നല്ല ഷേപ്പിലേക്ക് അതിനെ മാറ്റിയതിന് ശേഷം അതിൻ്റെ റിപ്പ് പാറ്റേൺ നമുക്ക് ഇപ്പോൾ കാണുന്ന റിപ്പ് പാറ്റേൺ കിട്ടിയ ഡിസൈഡ് ഷേപ്പിൽ റിപ്പ് പാറ്റേൺ കിട്ടും. സ്വാഭാവികമായിട്ടും അതിനെ ആ ഹൈ സ്പീഡിൽ തന്നെ നമ്മൾ അതിനെ ഹൈ പ്രഷറൈസ് ചെയ്ത്, നേരത്തെ പറഞ്ഞ കൊഞ്ചിങ് സിസ്റ്റം ഹൈ പ്രഷറൈസ് ചെയ്ത് കൊഞ്ച് ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത്. കൊഞ്ചിങ് എന്ന് ശരിക്കും അത് ചെയ്യുന്ന സമയത്ത് ഹൈ പ്രഷറൈസ് ചെയ്തിട്ടുള്ള വാട്ടറാണ് ഇതിന്റെ ഔട്ടർ കൂൾ ചെയ്യണത്. സ്വാഭാവികമായിട്ടും ഔട്ടർ മാത്രം കൂൾ ചെയ്യുന്നതുകൊണ്ട് ഔട്ടർ റിജിഡ് ആവും. അപ്പോഴും നമ്മുടെ ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കും. ഇതാണ് ശരിക്കും തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ്. നമുക്ക് വേണ്ട ബെൻഡബിലിറ്റിയും എല്ലാം അതിന്റെ തീരുമാനം എടുക്കുന്നത് ഈ ഹൈഡ്രോമാക്സ് സിസ്റ്റമാണ്. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് ഒരു ഹൈ കണ്ടിന്യൂസ് ലെങ്ത്തിലേക്ക് പോകുന്ന മെറ്റീരിയൽ നമ്മൾ ആദ്യം 48 മീറ്ററിലേക്ക് കട്ട് ചെയ്യും. എന്നിട്ട് നമ്മളൊരു കൂളിംഗ് ബെഡ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ മെറ്റീരിയൽ ഔട്ടർ കോർ മാത്രമാണ് ഹീറ്റായി കൂളായിട്ടുള്ളത്. നമ്മൾ കോറ് സോഫ്റ്റൻ ചെയ്യാനും വേണ്ടി നമ്മൾ കൂളിംഗ് ബെഡ് സിസ്റ്റം ഉണ്ട്. കമ്പിൻ്റെ സ്ട്രൈറ്റ്നെസ് തീരുമാനിക്കുന്ന ഒരു സിസ്റ്റമാണ് കൂളിംഗ് ബെഡ്. കൂളിംഗ് ബെഡ് സിസ്റ്റത്തിലേക്ക് അതിനെ സ്ലോ കൂൾ ചെയ്ത് നമ്മൾ 48 മീറ്ററിലുള്ള ബാറിനെ സ്ലോ കൂൾ ചെയ്ത് 12 മീറ്ററിലേക്ക് കട്ട് ചെയ്യും. 12 മീറ്റർ കട്ട് ചെയ്യുന്നത് കസ്റ്റമർ റെന്റിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് 12 മീറ്ററിലേക്ക് കട്ട് ചെയ്യുന്നത്. അതിനെ ലോട്ടാക്കി, ഏത് റോ മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ ബില്ലറ്റ് സ്വീകരിച്ചത് അതേ റോ മെറ്റീരിയലിൻ്റെ TMT ബാറിനെ സെപ്പറേറ്റ് ലോട്ട് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ ബെൻഡ് ചെയ്യേണ്ട കസ്റ്റമർ ആണെങ്കിൽ ബെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ സ്ട്രൈറ്റ് 12 മീറ്റർ വേണ്ട കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് 12 മീറ്റർ സപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡിൽ തീർച്ചയായും എൻഡ് ലോഡിംഗ് വരെ തീർച്ചയായും ഒരു ക്വാളിറ്റി ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ റോ മെറ്റീരിയൽ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ, അത് നിർബന്ധമായിട്ടും അതിൻ്റെ കെമിസ്ട്രി എല്ലാ കാര്യങ്ങളും റോ മെറ്റീരിയൽ ഇൻസ്പെക്ഷനിലാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പ്രോസസ്സ് നമ്മൾ അതിൻ്റെ ഡിസൈഡ് ഷേപ്പിലാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പ്രോസസ്സിലാണ് അതിൻ്റെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ നടക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, തീർച്ചയായും ആഫ്റ്റർ കൊഞ്ചിങ്ങിൽ നമുക്ക് ഡിസൈഡ് ആയിട്ട് യൂണിഫോം ഗ്രേഡാണോ കിട്ടിയിട്ടുള്ളത് അത് തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞ കൂളിംഗ് ബെഡ് സിസ്റ്റത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ലോഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു പ്രീ ഇൻസ്പെക്ഷൻ, ഒരു ഡബിൾ ചെക്കിംഗ് ആണ് ലോഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ. അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഇൻസ്പെക്ഷനിലൂടെ മാത്രമേ ഒരു കസ്റ്റമറിലേക്ക് മെറ്റീരിയൽ എത്താൻ പാടുള്ളൂ. അതായത് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഏത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ അതിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. BS അപ്രൂവ്ഡ് ആവണം ഫസ്റ്റ് ഓഫ് ഓൾ. അതിൻ്റെ ഹൈ സ്പീഡിലേക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്ന കപ്പാസിറ്റി ഉള്ള അതിൻ്റെ മില്ലുകളിൽ നിന്നാണോ മെറ്റീരിയൽ തിരഞ്ഞെടുക്കാൻ. ത്രൂ ഔട്ട് ഗ്രേഡും യൂണിഫോമാണ്, ത്രൂ ഔട്ട് അതിൻ്റെ ക്വാളിറ്റി യൂണിഫോം ആയിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഉള്ളൊരു ബാറിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ സ്ട്രക്ചറിൻ്റെയോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് എന്താണ് ഒരു കോൺട്രാക്ട് പറഞ്ഞത് അതിൽ കുറച്ച് മെറ്റീരിയൽ മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. ശരിക്കും അതാണ് അതിൻ്റെ ഒരു കസ്റ്റമറിലേക്ക് നമ്മൾ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ഞാൻ ഈ TMT ബാർസിനെ കുറിച്ച് ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പലരോടും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കിട്ടിയ ഒരു സംഗതി ഞാൻ പറയാം. അതായത് പ്രൈമറി സ്റ്റീല്, സെക്കൻഡറി സ്റ്റീല് എന്നുള്ളത്. പ്രൈമറി സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഇങ്ങനെ 2-3 കമ്പനികളെ ഉള്ളൂ, ബാക്കിയെല്ലാം സ്ക്രാപ്പ് അയണാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സാധനം ഞാൻ കേട്ടു. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഒന്നറിയാൻ സാധിക്കും? ഈ ഫസ്റ്റ് പറഞ്ഞതിൽ തന്നെ ഞാനൊരു തിരുത്ത് പറയുകയാണ്. ഈ പ്രൈമറി സെക്കൻഡറി സ്റ്റീൽ എന്നുള്ളത് എവിടെയും റെക്കോർഡിക്കലല്ല. പൊതുവെ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ മിനിസ്റ്റർ ഓഫ് സ്റ്റീൽ ഒരു നോംസ് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ല. BS അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ കമ്പനികളും
BS നോംസ് പ്രകാരം തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിലെല്ലാ ക്വാളിറ്റിയും യൂണിഫോം ആയിരിക്കും. അതിൽ പ്രൈമറി സെക്കൻഡറി സ്റ്റീൽ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല എന്നുള്ളത് മിനിസ്റ്റർ ഓഫ് സ്റ്റീൽ ഈ അടുത്ത കാലത്തിന് ഒരു നോംസിൽ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്വാളിറ്റിയാണ്, റോ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പീഡിൻ്റെ കാര്യങ്ങളും. റോ മെറ്റീരിയൽ ക്വാളിറ്റി ശരിക്ക് ശുദ്ധമായ അയൺ ഓറിൽ തന്നെയാണ് പ്രൊഡക്ഷൻ ചെയ്യേണ്ടത്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. ശുദ്ധമായ റോ മെറ്റീരിയൽ നിന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഉയർന്ന താപനിലയിൽ ചെയ്യുമ്പോൾ ഹൈ സ്പീഡിലേക്ക് മാറ്റുകയും നല്ലൊരു കൊഞ്ചി സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു BIS അപ്രൂവ്ഡ് ഒരു ക്വാളിറ്റി മെറ്റീരിയൽ നമുക്ക് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഇന്ത്യ ഗവൺമെന്റ് മീറ്റ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. BIS-ന്റെ ഒരു അപ്രൂവൽ ഉണ്ട്. അത് എല്ലാ വർഷവും എൻ്റെ ഒരു അറിവിൻ പ്രകാരം 11 മാസം കൂടുമ്പോൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഓഡിറ്റിംഗ് ബോഡിയാണ് അതിനുള്ളത്. കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത് പോകുന്ന ഏതൊരു പ്രസ്ഥാനത്തിലും, അതിപ്പം അയണം ആയിക്കോട്ടെ, പ്ലൈവുഡ് ആയിക്കോട്ടെ, ഏതിലും കൃത്യമായിട്ട് ഓഡിറ്റിംഗ് ബോഡി 11 മാസം ഓഡിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഒരു സാധാരണക്കാരനായിട്ടുള്ള കസ്റ്റമർക്ക് തീർച്ചയായിട്ടും വാങ്ങുകയും ചെയ്യും. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരുപാട് TMT പാസ് ഉണ്ട്. അത് നമ്മളെ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള നമ്മുടെ പാലക്കാടേക്ക് ഞങ്ങളിപ്പോൾ രാവിലെ വരുമ്പോഴത്തേക്കും ഒരു 10-50 എണ്ണത്തിൻ്റെ ഹോർഡിങ്സ് ഞാൻ കണ്ടു. അപ്പോൾ അത്രയേറെ TMT പാസ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഒരുപക്ഷെ നമ്മൾ കണ്ടതിലധികം കാണാത്തതും കാണും. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് ഒരു സാധാരണ കസ്റ്റമർ കള്ളിയത്ത് തിരഞ്ഞെടുക്കണം? പ്രധാനപ്പെട്ട ഒരു കാരണം കള്ളിയത്ത് തിരഞ്ഞെടുക്കാനുള്ള കള്ളിയത്തിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ കള്ളിയത്ത് ഏതൊക്കെ മെറ്റീരിയൽ സപ്ലൈ ഉണ്ടെന്ന് നോക്കിയാൽ തീർച്ചയായും മനസ്സിലാവും. 6 mm മുതൽ പ്രധാനപ്പെട്ട നോക്കിയാണ് 6 mm മുതൽ 32 mm വരെ കള്ളിയത്ത് സപ്ലൈ ഉണ്ട്. സൈസുകൾ നമ്മൾ ആദ്യം പറഞ്ഞ സൈസുകൾ ഈ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് 6 mm പ്രൊഡക്ഷൻ ചെയ്തത് 500 ഗ്രേഡിൽ പ്രൊഡക്ഷൻ ചെയ്തത് കള്ളിയത്ത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. 6 mm പ്രൊഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ നൂതനമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം, മെഷീനറീസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് റീഹീറ്റിംഗ് ഫർണസ് ഉണ്ടായിരിക്കണം, അതിലൂടെ റോൾ ചെയ്യണ പാസുകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡുകൾ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിരിക്കണം. കാരണം ഉയർന്ന താപനിലയിൽ ഹൈ സ്പീഡിലേക്ക് അതിനെ റോൾ ചെയ്ത് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടായാൽ മാത്രമാണ് 6 mm മിനിമം സെക്ഷനിലേക്ക് പോവുകയും മാക്സിമത്തിലേക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള മില്ലുകൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു മെത്തേഡാണ്, ടെക്നോളജിയാണത്. അത് കള്ളിയത്തിനുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 6 mm എനിക്കൊന്നും വേറെ ആരും പ്രൊഡക്ഷൻ ചെയ്യുന്നതെന്ന് എൻ്റെ അറിവിലില്ല തീർച്ചയായും. അപ്പോൾ അത് തന്നെയാണ് ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളൊരു ഫാക്ടറിയാണ് കള്ളിയത്തിൻ്റെ. അതിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലാണ് ഒരു പ്രധാന ഒരു പെട്ട പോയിന്റ്. നമ്മൾ ശുദ്ധമായ അയൺ ഓറിൽ നിന്നാണ് പ്രൊഡക്ഷൻ ചെയ്യാറ്. അതിൻ്റെ റോ മെറ്റീരിയൽ ക്വാളിറ്റി BIS സ്റ്റാൻഡേർഡ് എപ്പോഴും മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളത് എൻഷുർ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഡബിൾ ചെക്കിങ് റോ മെറ്റീരിയൽ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ തന്നെ ഉണ്ട്. പിന്നെ അത് നമ്മൾ ഉയർന്ന താപനിലയിലേക്ക് മാറ്റാനുള്ള ഒരു ഫുള്ളി ഓട്ടോമൈസ്ഡ് ഫർണസാണ് നമുക്കുള്ളത്. താപനില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് TMT റോളിങ്ങിൽ. നമ്മൾ TMT പറഞ്ഞപ്പോൾ യൂണിഫോം ഗ്രേഡായിരുന്നു, അത് തീരുമാനിക്കുന്ന ഹൈഡ്രോമാക്സ് സിസ്റ്റം നമ്മൾ. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിനൊരു കൂളിംഗ് ബെഡ് സിസ്റ്റം വേണം. ഒരു മെറ്റീരിയലും വേറൊരു ബാറും തമ്മിൽ ടച്ച് ചെയ്യാണ്ട് വേണം അതിന് കൂളിംഗ് കൊടുക്കാൻ. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ സിസ്റ്റം ഒരു ഫുള്ളി ഓട്ടോമൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു മാൻ ഇൻ്റർവെൻഷൻ ഇല്ലാത്തൊരു സിസ്റ്റം, അതിൻ്റെ കെമിക്കലി ക്വാളിറ്റി ആയിട്ടുള്ള റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ തന്നെയാണ് മറ്റുള്ള കമ്പനികളിൽ നിന്ന് കള്ളിയത്തിനെ മാറ്റി നിർത്തുന്നത്. പിന്നെ ഒരു 100 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. 5 ചെക്ക് പോയിന്റ്സ് ഉണ്ട്, റോ മെറ്റീരിയൽ ടു ലോഡിങ്. ഇതിനുള്ളിൽ തന്നെ എന്തെങ്കിലും ഒരു മിസ്മാച്ച് കണ്ടെന്നാൽ അതിൻ്റെ റിമൂവ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം. TMT ബാർ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡും എക്സ്പോർട്ട് ചെയ്യണമെന്നുമായിട്ടുള്ളൊരു കമ്പനി തീർച്ചയായും കള്ളിയത്താണ്. നമ്മുടെ ഇവിടുന്ന് മാത്രമേ എക്സ്പോർട്ടിംഗ് ഉള്ളൂ? തീർച്ചയായും സൗത്ത് ഇന്ത്യയിൽ നിന്നും നമ്മുടെ ഇവിടെ മാത്രം എക്സ്പോർട്ടിംഗ് ഉള്ളൂ. കള്ളിയത്ത് TMT ബാർ മാത്രമാണ് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്, ഒരു വീട് വെക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഒരുപക്ഷെ അവർ അറിയാതെ മറന്നു പോകുന്ന ഒരു സംഗതിയാണ് TMT ബാർസ്. അപ്പം നമ്മളാണേലും ഒരു സ്റ്റീൽ കടയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അട്ടിയിട്ട് വെച്ചിരിക്കുന്ന, കാണാനായിട്ട് വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത, എപ്പോഴും മെസ്സിയായി കിടക്കുന്ന ഒരു പ്രദേശമാണ് TMT ബാർസിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളാരും അങ്ങോട്ട് നോക്കാറില്ല, ഒരാൾ നോക്കാറില്ല. അത് ശ്രദ്ധിക്കുന്നത് ശരിക്കും പറഞ്ഞൊരു കോൺട്രാക്ടർ അത് ആരുടെ അടുത്തും പറയാറുമില്ല. കാര്യം ഒരുപക്ഷെ അവരോട് ആരും ചോദിക്കാറില്ലാത്തതുകൊണ്ടായിരിക്കും അവരുടെ കുറ്റം. അത് ഇത്രയും ഭംഗിയായിട്ട് നമുക്കത് വിശദീകരിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് എൻ്റെ ഒപ്പം വരുന്ന അഫ്സലിന്
താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഒരു സാധാരണ മനുഷ്യൻ അവന് വീട് വെക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് TMT ബാർ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കുള്ള കുറച്ചേറെ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മികച്ച വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ള വീഡിയോകൾ ഏതാണ് സജഷൻ വീഡിയോസായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും വളരെ മികച്ച ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.